ഹലോ ഗായ്സ്. അപ്പം നമുക്ക് കപ്പയും മീൻകറിയും കഴിക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ചൂരമീനാണ് എടുത്തേക്കുന്നത്. ചൂരമീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പം അത് വൃത്തിയാക്കാൻ നേരം അതേ കുറച്ച് പേര് അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ, വായും നോക്കി കൊതിയും വിട്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു. പരിപാടികളൊക്കെ അതേ കുറച്ച് അയലമീനും ഉണ്ടായിരുന്നൊക്കെ ക്ലീൻ ചെയ്തെല്ലാം എടുത്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാനല്ല, എൻ്റെ ഉമ്മയാണ് ചെയ്തത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി. അപ്പം അതിനായിട്ട് ആവശ്യം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ നല്ലോണം വറുത്തതിലേക്ക് കുറച്ച് ചെറിയുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം എടുത്തിട്ട് നല്ല മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചല്ല ഇത്തിരി ഏറെ ഒഴിച്ചോ കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില ഇതിട്ട് നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് കുടംപുളി, ഉപ്പ് ഇതൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിക്കുക. അതിന് ശേഷം ഈ മീനിട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് വേകണം. കുറേ നേരം, ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഇത് നല്ല തീ കുറച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ്. ഇങ്ങനത്തെ മീനൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറേ നേരം വെച്ച് വേവിക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ്, ഉപ്പും മുളകും പുളിയും ഒക്കെ അതിൽ പിടിക്കുകയുള്ളൂ. അത് നല്ലോണം തിളച്ചതിന് ശേഷം കുറച്ച് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് കുറച്ച് പതുക്കെ പതുക്കെ വെന്ത് അതിൽ ഉപ്പും മുളകും എല്ലാം പിടിക്കും, പുളി പിടിക്കും. അത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്നത് കപ്പ കേട്ടോ. പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തു കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ കൊതി വരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന്